ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, എങ്ങോട്ടും പോക്കില്ല. അതിനുകൊണ്ട് നമ്മൾ ഇന്ന് അമ്മാമേൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആണെന്ന് പറയുന്ന അമ്മ അല്ലേ? ആണോ? അതെ അതെ, ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അമ്മാമേൻ്റെ. അതായത് ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര വെള്ളം ഉണ്ടായിരുന്നു. ആ റോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കവിഞ്ഞ് വയലോട്ടൊക്കെ വെള്ളമായിരുന്നു. ഇപ്പം അത്രയ്ക്ക് ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു. അപ്പം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. പിന്നെ മഴേൻ്റെ കാര്യം വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം നമുക്കൊന്നും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മുടെ പത്തനംതിട്ട എനിക്കൊന്ന് റാന്നി സൈഡിലേക്ക് ഇപ്പം ഇത്ര ഇതൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നില്ലേ ചേ? റാന്നിയിലാണ് ഏറ്റവും ബാധിച്ചത്. റാന്നിയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞത് റാന്നിയിലൊന്നും അങ്ങനെ വെള്ളപ്പൊക്കം ഇതുവരെ അങ്ങനെ വലുതായിട്ട് വരാത്തതാണ്. കടക്ക് ഇങ്ങനെ മുട്ടി പോകുമായിരുന്നു. അവിടെ റോഡിൽ കുറച്ച് സ്ഥലത്ത് റോഡിൽ കയറും ചെയ്തായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മളെ മുളകെടുത്ത് കേട്ടോ, അമ്മാമ്മയ്ക്ക് കൊടുക്കാനായിട്ട് മുളകുണ്ട്, കറ്റാർ വാഴ, വഴുതനങ്ങ, അനുവിന് തേക്കാൻ കറ്റാർ വാഴ. പുല്ല് പോയി ഇന്നലെ മുടിയും വെട്ടി. എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന ബസ്കറ്റ് അടിക്കാൻ പറഞ്ഞിട്ട് അവൻ ബക്കറ്റ് എടുത്ത് തലയിൽ വെച്ച് കട്ട് ചെയ്തു. എന്നാലും മുടി വെട്ടുന്ന സ്വന്തമായിട്ട് വരത്തില്ലല്ലോ. അതുകൊണ്ട് വെട്ടാൻ എളുപ്പമാണ്. ആകെ ഇതിപ്പോ ട്രോമയായിട്ടിരിക്കും. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. അമ്മ തൊപ്പി എന്തിയമ്മ? ചൂണ്ടയൊക്കെ എടുത്താ? എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം. കുറെ നാളും കൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം ഭയങ്കര പാട് പുറത്തോട്ടൊക്കെ ഇറങ്ങാനേ, ഒരു വല്ലായ്മ. ഉന്താന കാതലുണ്ട് പൊന്മാനേ. അവിടെ ഇഷ്ടംപോലെ മണ്ണരയുണ്ട്. അവിടെ മണ്ണരയുണ്ട്. ഉന്താന കാതലുണ്ട് പൊന്മാനേ പൊന്മാനേ. ഇവിടെ ബാക്ക് കാണിക്കണേ അക്കോസട്ടോ കറക്റ്റ് ഉണ്ണിക്കൊട്ടും. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. എല്ലാരും തലയ്ക്ക് എന്തൊരു പറ്റിയെന്ന് ചോദിക്കുന്നു. അച്ഛൻ ഇതെടുത്താ എര പിടിച്ചാ? അങ്ങോ എടുക്കാന്ന് പറയുന്നത് കൊച്ചു ആദ്യമേ പറഞ്ഞു. അല്ല, അവിടെ എരയൊക്കെ ഉണ്ട്. നമ്മള് മീൻ പിടിക്കാനുള്ള സെറ്റപ്പും കൂടെ നോക്കുക കേട്ടോ. ഇന്ന് നമ്മള് പിടിക്കും ഇല്ലേ ചാ? നമ്മള് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് കുറെ ആയി അല്ലേ? ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് ഫിഷിങ്ങിന് ഇറങ്ങിയാൽ എന്തായാലും കിട്ടും. സത്യം ഗൈസ്, ഞങ്ങള് 2 റോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്ന ഇന്ന് ഇപ്പൊ എടുത്ത ആ ഒരു റോഡും പിന്നെ വേറൊരു റോഡും ഉണ്ടായിരുന്നു. മറ്റേ റോഡായിരുന്നു കുറച്ചും കൂടെ കൂടിയത്. ഇത് വെച്ചിട്ട് ഞങ്ങൾ ആകെ പിടിച്ചത് ഒരു പരല് സത്യം ഇല്ലേ? മൊത്തം ഇത് മേടിച്ച ചെലവെല്ലാം കൂടെ. മീൻ പിടിക്കാൻ പോകുന്നിടത്ത് മീൻ കാണത്തില്ല, പിടിക്കാനും അറിയത്തില്ല. പിന്നെ ഇതിന്റെ കുറെ ഇല്ലല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഇല്ല പ്ലാസ്റ്റിക് മീനും തവളയൊക്കെ, അതൊന്നും ഇട്ടിട്ട് ഒരു രക്ഷയില്ല. ആകെ അച്ഛൻ പിടിച്ചത് അന്ന് ഇല്ല ആർച്ച വെച്ചിട്ട് പണ്ട്. നമ്മൾ അതൊക്കെ എടുത്തോണ്ട് പോയി പിടിക്കാൻ തുടങ്ങിയതാണ് ഈ ഒന്നും കിട്ടാത്തത്. മീനൊക്കെ ഈ എരയും മണ്ണരയൊക്കെ ശരിയാവും, അതൊക്കെ മതി. അവിടെയുള്ള മീൻ ഇത് വേണ്ട. അതിന് ആ മറ്റേ റോഡാക്കിയൊക്കെ കൊണ്ടുവന്ന് എറിഞ്ഞാൽ കിട്ടുമല്ലോ. പിന്നെ എന്തായാലും മീൻ പിടിക്കാനുള്ള ഒരു ശ്രമവും കൂടെ ഉണ്ട്. ശ്രമമാണ്. ഓക്കെ, എന്തായാലും നോക്കാം, കിട്ടൂല്ലേ നോക്കാം. അയ്യോ, എവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോയി പച്ച പോയി. എവിടെ? ആ, ഒരു വലിയ തവള കിടക്കുന്നു അവിടെ കയറി പോയ മീനുണ്ട് കേട്ടോ. വെള്ളം കേറിയിട്ട് ഇറങ്ങി. എന്തൊക്കെയായിരുന്നു ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. കടയുടെ അവിടെ തട്ടി ഒഴുകി. ആ വെള്ളം ഇറങ്ങിപ്പോയ നല്ല തന്നെ കേട്ടാ. ഇങ്ങൊക്കെ വന്നായിരുന്നു ഇവിടെയൊക്കെ. അച്ഛൻ എന്തോ പരിപാടി കാണിക്കാൻ പോകുന്നു. അച്ഛന്റെ കോമഡി പരിപാടികൾ. അച്ഛൻ തവളയെ പിടിക്കാനുള്ള ശ്രമമാണ് കേട്ടോ. തവളയും അച്ഛനും തമ്മിലുള്ള ഒരു ഇത്. ഓ, പിടിച്ച് അച്ഛൻ തവളയെ പിടിച്ച്. അച്ഛൻ തവളയെ പിടിച്ച്. നമ്മളതിനെ വിടും കേട്ടാ. നമ്മള് അതിനെ ഉപദ്രവിക്കത്തില്ല, നമ്മളതിനെ വിടും ഇല്ലേ ചാ? ചുമ്മാ പിടിച്ചെന്നേ ഉള്ളു. വലിയ തവള. പാവല്ലേ. ആ, ഇവിടുത്തെ തോട്ടിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടാ.
അമ്മ പറഞ്ഞത് ഈ റോഡൊക്കെ കവിഞ്ഞ് ഒഴുകിയെന്നാണ്. പക്ഷെ അതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ പോച്ചയൊക്കെ കണ്ടിട്ട് കവിഞ്ഞൊഴുകിയ ഒരു മട്ടില്ല അല്ലേ അളിയാ? അത് മഴ പെയ്ത് തെളിഞ്ഞു കിടക്കുന്നതാണ്, മണ്ണെല്ലാം പോയി. വേണ്ട ഈ പുല്ലൊക്കെ നല്ലോണൊക്കെ ഇരിക്കുന്നത്. ഇങ്ങോട്ടൊന്നും കയറിയ സാധ്യതയില്ല. ആ ആ അവിടെ വരെ കയറിയിട്ടുണ്ട്. ഇവിടെ വരെ വെള്ളം കയറിയുള്ളൂ. അതെന്തിന്റെ തൂല? അത് പൊന്മാന്റെ തോന്നുന്നു കേട്ടോ. നമുക്ക് ആ തവളെ പിടിച്ച് അനുവിന്റെ കയ്യിലോട്ട് കൊടുത്താലേ? ഒരു പ്രാങ്കം കൊണ്ട് അവള് പോയതേ ഉള്ളു, പിന്നെ ആ വഴി വന്നിട്ടില്ല. കൊടുത്താലേ എന്തിനു പറയുന്നു? ഭൂരിപക്ഷം പറ. ലാസ്റ്റ് അല്ലെങ്കിൽ എല്ലാം കൂടെ എന്റെ തലേ വരില്ലേ? ഇനി അവളത് കണ്ട് ബോധം കെട്ട് സൗണ്ട് കേൾക്കുന്നു. അല്ല അച്ഛൻ പറ, കൊടുക്കട്ടാ? കൊടുക്കാം അളിയൻ, കൊടുക്കാം. അത് കോമലായിരിക്കുക. കൊടുക്കാം, ഒന്ന് കൊടുക്കാം. കണ്ണടയ്ക്കാൻ പറയണം കേട്ടോ. കണ്ണടച്ചിട്ടൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അമ്മാമ്മക്ക് കൊടുക്കാം. അമ്മാമ്മ കൊടുക്കണ്ട, അവക്ക് കൊടുക്കാം. വെട്ടി അവിടെ വീഴൂ. അവള് കിടന്ന് വിളിച്ചു. ഓയ് ഓമളേ പോയ് ബാ. എന്തിരാ നമ്മള് മീനെ പിടിക്കാൻ ഇറങ്ങി. അവിടുന്ന് കിട്ടി. കഴിച്ചാ? മഴയൊക്കെ ഉണ്ടോ? ഇന്നില്ല. ഇന്നലെയൊക്കെ എന്തൊരു വെള്ളമായിരുന്നു. വെള്ളം കുറഞ്ഞില്ലേ? റോട്ടിലുണ്ടായിരുന്ന വെള്ളം. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. കടയുടെ അവിടെയൊക്കെ വന്ന വെള്ളം. നമ്മുടെ കടയുടെ കീഴിലെല്ലാം കയറി. ആ പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇറങ്ങിയില്ലേ? ഇന്നലെ വലിയ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. ഇത് മുളക്, ഇത് വഴുതനങ്ങ, ഇത് കച്ചാർ വാഴ. ഇനി ഇവിടുന്ന് എന്തിനാണ് മുളക്, ഇവിടുന്ന് കുരുമുളക്. എടി അനു, എടി കൈ കഴിവിട്ടോ. കണ്ണടാ ഈ തൊട്ട് നോക്കിട്ട് എന്തൊരു സാധനം പറഞ്ഞാൽ നിന്റെ കൈ വൈ തൊട്ട് നോക്കട്ടെ. അവള് കൈ വിറയ്ക്കൂലേ? നിന്റെ കൈ വൈ എന്നിട്ട് അവള് തൊട്ട് നോക്കട്ടെ കണ്ടടച്ചിട്ട്. അല്ല നീ പിടിച്ചോ. കണ്ണടാ അല്ല പാമ്പിന് ഞാൻ എടുത്തോട്ടെ. അത് തിന്നണ സാധനമാണ്. കഴിച്ചു ഇത് കൈ വെച്ചിട്ട് കഴിച്ചു നോക്കിട്ട് എന്താന്ന് പറഞ്ഞാൽ മതി. ഇത് എലിക്കുഞ്ഞാന്ന് തോന്നുന്നു. അല്ല തൊട്ട് നോക്ക്. ഒത്തില്ല ഒത്തില്ല. നമുക്ക് ചോറ് കഴിക്കാം. ഇറച്ചിക്കറി, ചീനി. പക്ഷെ ഇന്നലെ ബീഫ് ഉണ്ടായിരുന്നു. ഇന്നലെ ഒന്നും മതിയായിരുന്നു. ഇന്നലെ കരളും ബീഫൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ബീഫുണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ. ചീനിയും ബീഫും, പൊറോട്ടയും ബീഫും കഴിഞ്ഞാൽ പിന്നെ ചീനിയും ബീഫും. നമ്മള് കുറെ ഇരയെ പിടിച്ചേട്ടാ. ഇതിനകത്ത് കുറെ ഇരയുണ്ട്. നമുക്കിനി താഴെ തോട്ടിക്കൊണ്ടിടാം. അച്ഛൻ പിടിക്കും മീൻ പിടിക്കുന്ന കണ്ടുണ്ടോ? ഫിഷിങ് ഇല്ലേ? എടി നിന്നെ എല്ലാരും തിരക്കുന്നേ. നീ അന്ന് മറ്റേ പ്രാങ്ക് ചെയ്തതിനു ശേഷം നീ പിന്നെ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ കാണാൻ. ഇനി ആൾക്കാർ വന്ന് നീ പേടിച്ചോണ്ട് ഇനി വരത്തില്ലെന്ന്. പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങി. ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടാ. ഇവർക്ക് PGക്ക് അഡ്മിഷനൊക്കെ സെറ്റായി. എന്നിട്ട് നീ ഇന്ന് പോയാ? ഓ എന്നും ക്ലാസ്സിന് പോകണം. പക്ഷെ ഇന്ന് പോയില്ല. ഇന്ന് മാത്രമേ ഉള്ളൂ. എന്നും ക്ലാസ്സിന് പോകാറുണ്ട്. അതുകൊണ്ടാ കേട്ടോ. ഇനി ആൾക്കാർ പറഞ്ഞു നീ പേടിച്ചോണ്ടാ വരാത്തത്. അല്ലല്ലോ, പേടിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഭയം ഉണ്ടോ? ഇല്ല ഇല്ല. അല്ലാതെ വരാതെ സാഹചര്യങ്ങൾ കൊണ്ടുവരാത്തതാണ് അല്ലേ? എടി നിനക്കൊരു ഗിഫ്റ്റ് വന്നിരിപ്പുണ്ട്. ഇല്ല ഇനി അങ്ങോട്ട് വരുമ്പോ തരാന്ന് വെച്ച്. നീ ഗിഫ്റ്റ് മേടിക്കാനെങ്കിലും വരുമല്ലോ. ഇപ്പൊ നിനക്ക് തരാം. പാമ്പാ? ഇവിടെ മീനുണ്ടെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഇവിടെ സാധാരണയായിട്ട് ഈ തോട്ടി മീൻ കാണത്തില്ല. എന്തായാലും ഇവിടെ കാണുമായിരിക്കും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മീൻ പിടിക്കുമ്പോഴത്തേനും ഒത്തിരി സംസാരിക്കരുത് കേട്ടോ, അലക്കരുതേ, എന്നാലേ മീൻ കിട്ടും. ഇത്
മാന്യന്മാരുടെ സംഭവമാണ് മീൻപിടുത്തം. അച്ഛൻ്റെ കൂടെ പോവാ. അച്ഛൻ എന്തിനാ നോക്കുന്ന? തവള മണ്ണരയിട്. തവളെ ഇപ്പൊ നമ്മൾ തവളയെ തപ്പുവാണ്. തവള ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളതാണ് പറയുന്ന അച്ഛൻ. അച്ഛാ ദേണ്ടേ കുഞ്ഞിത് വെട്ടില് മതിയാ? ഞാൻ അടിച്ചു തരാം. തവള യെസ്, സ്മാൾ തവള. എന്നാ കുരുക്ക്. അയ്യോ ഞാൻ ഒരു കൊല ചെയ്ത് എനിക്ക് റിഗ്രറ്റ് അടിക്കുന്നു. അച്ഛാ അത് വിട്, ഇതാരും അനുകരിക്കരുത്. അച്ഛാ വാഴക്കൊല അച്ഛാ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വാഴ. എന്തുവാ? അച്ഛൻ വെച്ച വാഴ കണക്ക് തോന്നുന്നു. വെട്ടട്ടാ. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നുന്നു എല്ലാരും. സ്വന്തമായിട്ടൊരിത്. ഓ പോയ അച്ഛൻ. അയ്യേ, ആ മാക്രിയുടെ ശാപമാന്ന് തോന്നുന്നു ഈ അച്ഛന്റെ കാര്യം. എന്നാ നിങ്ങൾ എണീറ്റ് പോവാ ആദ്യം. വഴി കൂടെ ഒക്കെ ആള് പോണം. മനിതറുണർന്ന് കൊല്ല, ഇത് മനിത കാതലല്ല, അതെയും താണ്ടി പുനിതമാനത്. അഭിതാമിയെ ഈ അനുവിനൊരു കാര്യം, ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. അച്ഛൻ്റെ കാലിൽ ഷൂട്ട് കണക്കായി നോക്കി, ചെളി ബൂട്ട്. അച്ഛന് പോവാ, ഇവിടെ എവിടെയെങ്കിലും പോയി കിടക്കും. അച്ഛൻ എനിക്ക് തോന്നുന്നേ ആ കല്ലിൻ്റെ ഇടയിൽ പൊത്തിൽ എവിടെയോ ഇടാനാ. മറ്റില്ല വലിയ നെടുമീനുണ്ടല്ലോ, അതൊക്കെ കാണും ചിലപ്പോൾ കല്ലിൻ്റെ കീഴിൽ. കല്ലിൻ്റെ ഇടയിലോട്ട് ഇടുവാട്ടോ മീൻ. ഈ കമ്പ് വെച്ച് ചൂണ്ട വെച്ച് വലിച്ച് മീനെടുക്കും. മനസ്സും ശരീരവും ഏകാഗ്രതമായിരുന്നാൽ മാത്രമേ മീൻ കിട്ടുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് കൈയും മെയ്യും അറിഞ്ഞ് മീൻ പിടിക്കണം. ഉണ്ടായി പണ്ടൊരു വങ്കി അവിടുത്തെ വങ്കിന്ന് മീൻ നെടുമീൻ കിട്ടിയിട്ടുണ്ട്. ആ ഓർമ്മയിൽ കൊണ്ടിട്ടതാ. അത് കിട്ടും. ഇത് ശാസ്ത്രത്തെ തന്നെ തെളിയിച്ച പോയി ഫ്ലോ പോയി. ഇവിടെ ഇല്ല ചാ, ഇത് അപ്പുറത്തിടാം. വേറൊരു ഗുഹയുണ്ട്, കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. വിരലിട്ട് നോക്കിയമ്മ, അതിനകത്തുണ്ട് ഞണ്ട്. വിരലിട്ട് വിരലൊന്നും ഇടല്ലേ, പാമ്പൊക്കെ കാണും കേട്ടാ. അതൊക്കെ വേര്. ഇതിനകത്തൊക്കെ ഞണ്ട് കയറി ഇറങ്ങി. ഞണ്ടിനെ നമുക്ക് ഓലക്കാല് വെച്ച് പിടിക്കാൻ പറ്റും. പണ്ട് എനിക്കിതെല്ലാം അറിയായിരുന്നു, ഞാൻ മറന്നുപോയി. ടച്ച് വിട്ട് പോയണ്ടേ. ഇതിരിയാൻ പോവാ. അത് ഗുഹയ്ക്കകത്ത് ഇടുന്നു. അത് പ്രൈവറ്റ് ആണ്. വല്ല കാര്യം ഉണ്ടായിരുന്ന അവളും അതിലെ കൂടെ പോകാൻ പറ്റുമോ? അമ്മ അതുവഴി അങ്ങ് കയറി പോകുമ്പോ സൂപ്പറാ. മേലെ അവിടെ മേലെ അങ്ങ് കയറി പോകാൻ പറ്റും പട്ടി കൊണ്ട്. ഇവിടെ ഭയങ്കര വെള്ളം കേട്ടാ. നോക്കിയാണ് കാലങ്ങി അടിച്ചു പോണു വെള്ളം. അമ്മക്ക് ഇവിടുന്ന് ചൂണ്ടയിട്ട് നോക്കാം അല്ലേ. എന്തൊരു വെള്ളം നോക്കിയാണ്. അന്ന് വന്നപ്പോഴത്തേന് ഈ പാറയെല്ലാം തെളിഞ്ഞു കിടക്കുമായിരുന്നു. എനിക്കൊന്ന് ഇന്നലേക്കായിട്ട് ഇതിൽ നിന്നും ഭയങ്കര വെള്ളമായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഈ സമയത്തൊന്നും ആരും ഇവിടെ ഒന്ന് ചാടരുത് കേട്ടോ, നല്ല റിസ്ക്കാ. മണ്ടയിലാണെങ്കിൽ വേറെ കെട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ വരും. ഇവിടെ നിന്ന് വെള്ളം കാണുക, പോവുക. ഇറങ്ങാനായിട്ട് നിൽക്കരുത്, പണി കിട്ടും. അത് ഇവിടെ നിന്ന് മാത്രമല്ല, ഏത് സ്ഥലത്തായാലും ഇപ്പം വെള്ളം കൂടുതലാണ്. എവിടെയെങ്കിലും പോയി മാക്സിമം ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നല്ല തണുപ്പ് കേട്ടോ ഇവിടെ. വെള്ളം ഇങ്ങനെ ശീതം അടിച്ചടിച്ച് വരുന്നു. ഇതിന്റെ അടിയിൽ കൂടെ വെള്ളം പോണ നോക്കിയേ.
അവിടുന്ന് അവിടെ ചാടി കഴിഞ്ഞാൽ ഇപ്പം നേരെ ഇതുവഴി നേരെ താഴെ പോയിട്ട് ആ കല്ല് കണ്ടാ ഇവിടെ വന്ന് ഇടിക്കും. അതാണ് പറയുന്നത് ഇറങ്ങല്ലെന്ന്. ഇവിടെ ഭയങ്കര ഡേഞ്ചർ കണ്ടോ. അളിയ അവിടെ ആരും ഇരിപ്പുണ്ടായിരുന്നു. അച്ചാറൊക്കെ തിന്നോണ്ട് ആരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പോയെന്ന് വന്ന്. നമുക്ക് ഇതുവഴി നടന്ന് ഇതിന്റെ മണ്ടയിലോട്ട് പോവാ. അച്ഛൻ എന്തി? അച്ഛൻ താഴെ നിന്ന് മീൻ പിടിക്കും കേട്ടോ. നോക്കി പറഞ്ഞ ഇവിടെ തെറ്റലുണ്ട്. മേല് പോയിട്ടില്ല ഇതുവരെ. അപ്പൊ വാ ഒന്ന് പിടിക്കണോ? പോട്ടെ. അയ്യോ, ഓ ഇതിന്റെ മണ്ട ഇങ്ങനെ ഉണ്ടല്ലേ. ഓഹോ. ഇതാണ് കേട്ടോ അതിന്റെ മണ്ടയിലത്തെ ഭാഗം. പിണമ്പുളി ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ പുളിയൊന്നുമില്ല. തറ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടായിരിക്കും. ഇവിടെ കാപ്പിയാണോ ഇത്? ഏലക്കയാണെന്ന് തോന്നുന്നു. കാപ്പിയാണോ? പച്ച കാപ്പി. നമ്മൾ എരപ്പിലൊക്കെ പോയിട്ട് ഇറങ്ങി. അച്ഛാ കിട്ടിയാ മീൻ? 10 കിട്ടി. 10 കിട്ടിയാ? അച്ഛ ആ പെരു ഒഴുക്കത്ത് കൊണ്ട് ഇട്ടേക്കുന്ന മീൻ. മീന് കുറച്ചേരം അവിടെ നിൽക്കാൻ ഒരു സാവകാശം കൊടുക്കണ്ടേ? വെറുതെ അല്ല മീൻ കിട്ടാത്തത്. ഐഡിയ ഇല്ല. ഹൗ വാസ് ദാറ്റ്? സൂപ്പർ സ്ട്രോങ്. നമുക്ക് എന്തുകൊണ്ടായിരിക്കും മീൻ കിട്ടാത്തത്? മീൻ പിടിക്കാൻ നമ്മൾ വരുമ്പോൾ വെള്ളം കാണത്തില്ല. പിന്നെ ഇത്രയും വെള്ളം ഉണ്ടായിട്ട് ഈ വെള്ളം ഇത് ഇവിടെ നിൽക്കുന്നതാണ്. ഇവിടെ വെള്ളം നിന്നാൽ ഇവിടെ മീൻ കാണും. ഇതുവരെ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നമ്മൾ ഇനിയും ഇടും മീന്. കേക്ക് ഞാൻ കേക്കായിരിക്കും. കൈ കയറി കടിച്ച് ചെറുക്കെ. സോറി, എന്റെ മുടി നോക്കുന്നത്. ഒന്നുമില്ല. എന്റെ തൊപ്പി അതാണ്. അത് പുതിയ സ്റ്റൈലിൽ കേട്ടാ. ത്രികോണോ? അമ്മാമ്മ എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ അങ്ങനെ ഉണ്ട്. ആ അത് ഞാൻ മനഃപൂർവ്വം വെട്ടിയതല്ല. അവ ഇങ്ങനെ വെട്ടി തന്നാ. ഞാൻ ഇതല്ല ഉദ്ദേശിച്ച. അവിടുത്തെ കോഴി മുട്ടയിട്ട് തീരുമ്പോ ഇങ്ങനല്ലേ ബാക്ക് സൈഡ് ഇരിക്കുന്നത്. അന്തൊരു കോഴിയുടെ പോയി നോക്കുവോ മുട്ടയിട്ട് തീരുമ്പം? ഇടുമ്പോഴല്ല പൊഴിയുമ്പോ ബാക്ക് കുഴപ്പമോ? ആ തത്തയല്ലേ? തത്തയാ അത്. തത്ത. ആ അതുകൊണ്ടത് തത്തയാണ്. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ ചത്തു കുത്തിയിരുന്നു. പറ. എന്നാ പറ, അത്ര പറ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത പച്ചമരത്തിൽ ചത്തു തൂത്തി. നീ പറയടി. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ പച്ചമരത്തിൽ ചത്തു കുത്തിയിരുന്നു. 10 തത്തകൾ പച്ച തത്തയിൽ പച്ച നമുക്ക് ഈ വല വെച്ചൊന്ന് ഒരു ട്രൈയും കൂടെ നടത്തി നോക്കാം. ലാസ്റ്റ് ട്രൈ. അതെന്താ ഒരു തൂക്കൊക്കെ ഉണ്ടല്ലോ അതിന്. ഈ സംഭവം എങ്ങനെ പിടിക്കണമെന്നറിയോ? ഇത് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് അവിടെ പോയി അടിക്കണം ഒരാള്. അപ്പം ഈ മീനെല്ലാം കൂടെ ഓടി വന്ന് ഇതിനകത്ത് കയറും. മനസ്സിലായോ? സുഹൃത്തുക്കളെ, അങ്ങനെ അച്ഛൻ വലയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവസാന ഘട്ട ശ്രമമാണ് ഇനി നടക്കാനായിട്ട് പോണത്. ഇതിലും മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അച്ഛൻ എന്തിനാ പ്ലാൻ? ഇതിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ശ്രദ്ധിക്കണം കേട്ടാ. പതുക്കെ അവിടുന്ന് താത്ത് പോട്ട്. കുറച്ചുകൂടെ താത്ത്. ആ യെസ് ആ അങ്ങനെ തന്നെ. അച്ഛാ അത് അച്ഛനെ നേരെയല്ല കുത്തിയത്. കളഞ്ഞ ഞാൻ എങ്ങനെ കേറും? സത്യം കളഞ്ഞ അച്ഛാ. ഞാൻ എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ച്.
ഇറങ്ങിയിരിക്കുന്നു. ഓ അച്ഛന്റെ തൊടയുടെ അവിടെ പോലെ ഉണ്ട് ചെളി. അവിടെ ഭയങ്കര ചെളി. അത് മതിയാക്കിയേ? പക്ഷെ അത് അതാണ് ഞാനും പറഞ്ഞത്. ഒന്നുകൂടെ നോക്കിയാലേ, ഒന്നുകൂടെ നോക്കിയാലേ. ലാസ്റ്റ് ശ്രമത്തിൽ ചിലപ്പോ കിട്ടിയാലേ അച്ഛാ. ഞാൻ അതാ പറഞ്ഞ, ഞാൻ പ്രോത്സാഹിപ്പിച്ചു വിടുവൊന്നുമല്ല. പക്ഷേ അച്ഛൻ ഞാൻ ഒരു അച്ഛൻ അതിനുള്ളൊരു ഇത് ടാലന്റ് ഉണ്ട്. ഉണ്ടാ? ഞാൻ പറഞ്ഞില്ല അച്ഛന് കഴിവുണ്ടെന്ന്. എന്തി അത് കാണുന്നില്ല. അതേട്ടെ ഒരെണ്ണം. കേക്ക് കുറിക്കുന്നത്. പിന്നെ പോവാ നമുക്ക്. ഇനി വേറൊരു ദിവസമാവട്ടെ. എന്നാലും നല്ലോണം ശ്രമിച്ച് നമ്മള് പോവാൻ കഴിച്ചു നമുക്ക്. ഇനി നേരെ വീട്ടിൽ പോവാൻ കേട്ടോ. അച്ഛാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞാൻ ഒരു ഒറ്റ ഐഡിയ ഞാൻ പറയട്ടെ. ആ വെള്ളം പോണ അവിടെ ഇല്ല, ചെറിയ സ്ഥലം. അവിടെ അതും കൊണ്ട് നിൽക്കി ഇങ്ങനെ പൊത്തിയിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങനെ പാച്ചോണ്ട് വരാം. ആ മുട്ടിനപ്പം തൊളി നീ പാച്ചോണ്ട് വരുന്നത് അത് ഞാൻ കമ്പ് വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് പോവാ. നമ്മുടെ അവിടുത്തെ തോട്ടി അവിടുന്ന് പിടിക്കും വെച്ചേ. അവിടെ പിടിക്കും. അപ്പം ഇന്ന് ഒരു മീൻ പിടുത്തം കൂടെ കണ്ടോ. രാത്രി നമുക്ക് കൊടുവാളും കൊണ്ട് ഇറങ്ങിയല്ലോ രാത്രി വെട്ടാൻ. വേണ്ടേ? അത് നല്ല വെള്ളം കുറയണം ഒരുപാട്. നമുക്ക് എല്ലാ സംഭവം അറിയാം, പക്ഷെ നമുക്ക് പിടിക്കാൻ അറിയത്തില്ല. ബാക്കിയെല്ലാം രാത്രി ഇറങ്ങിയ ഈ സമയത്ത് ഇറങ്ങിയ കിട്ടും. ഏത് സമയത്താണ് പോണ്ടത് ഇതെല്ലാം അറിയാം, പക്ഷെ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ മാത്രം അറിഞ്ഞൂടാ. നമുക്ക് ശാപം കിട്ടിയതാ പണ്ട്. പഴശ്ശിരാമന്റെ കയ്യിൽ നിന്ന് ശാപം കിട്ടിയതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. മീൻ ശാപം. പണ്ട് നമ്മുടെ കാർന്നന്മാര് മീൻ അടി കൂടിയാണ് മരിച്ചത്. ഇത് ഇതിൽ അതിലിടിഞ്ഞു വേണില്ലേ ഇവര് പറക്കി കെട്ടിട്ട് പാറ. ഓ അതാണ് ഇവിടെ കുഴിയില്ലാത്ത. ഇപ്പം ഈ പാറ എല്ലാം കൂടി ഇവിടെ വീണ്. ഇവിടെ നേരത്തെ കുഴിയായിരുന്നു. അപ്പൊ ഈ പാറ വീണപ്പോ മീനെല്ലാം അടിക്കണം, ചത്തുപോയി കാണും. നമുക്ക് പോവാ, നമുക്ക് വീട്ടിൽ പോവാം. എന്തോന്നാണ് അച്ഛാ അതുകൊണ്ട് അച്ഛാ കരിക്കച്ചാ. പിന്നെ അച്ഛാ പറഞ്ഞു അച്ഛാ. അച്ഛ ഇപ്പൊ ചില്ല് കൂടില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചിരിതല്ല ആട് വേണ്ട പോവാം. വരുന്നില്ലേ ശനിയാഴ്ച? ഓക്കെ പോട്ടെ. ഇന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു. ആ പോട്ട് കുഴപ്പമില്ല. സുഹൃത്തുക്കളെ ഞങ്ങൾ ഓരോ ക്യാരം ബോർഡും മേടിച്ച് പിന്നെ ഒരു ബാറ്റും മേടിച്ചു കേട്ടാ. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ച് ബാറ്റ് അപ്പുറത്തെ വീട്ടിൽ പോയി. അതിനോട് പിന്നെ ലോക്കല്ല. ആ സോറി, അത് ഒരേല്ലേ ചേട്ടാ, കയറ്റി വെച്ചോ. ഇത് 1800 രൂപ. പണ്ട് മേടിച്ചാൽ ഞങ്ങളൊരു ബോർഡ്, പിന്നെ മേടിച്ചില്ല. അത് അവിടെ ഇരുന്ന് മഴയൊക്കെ നനച്ച് ഫുള്ള് കേടായി പോയി. ഓ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ചെടിയെല്ലാം മറിഞ്ഞു കിടക്കണം. എന്താ വരാൻ പോണത്? ഇത് കണ്ടോ? അതാ ഫുള്ള് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ. അതിഭയങ്കരമായ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ അടിച്ചു തോന്നി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബാറ്റ്. 400 രൂപ അല്ലേ? 400 രൂപ കൊടുത്തു കേട്ടോ നമുക്ക്. 480 രൂപയാണ്. പിന്നെ ഡിസ്കൗണ്ട് ചെയ്ത് ലാഭത്തിന് മേടിച്ച്. ലാഭം കിടന്ന് കുറയ്ക്കുന്നത്. 6 രൂപ മുതൽ നോക്കണം. എന്റെ ഇല്ല ഇല്ല ഇല്ല, നിങ്ങളുടെ മുതൽ വെക്കാം. ഞാൻ വെക്കാം. എന്നാൽ അച്ഛനെ മുതൽ വെക്കാം. ഇങ്ങോട്ടോ. ഇതാർക്കാ? എനിക്ക്. ഇത് നിനക്ക്. അപ്പൊ എനിക്ക് 1, അച്ഛന് 3, ശ്രീധൂര് 2. പഴയ ഞാൻ ട്രിക്ക് മാറ്റിയത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്ലേ. ഓക്കെ
ഔട്ടായി, ഫസ്റ്റ് ഗോളിൽ പോയി. നിങ്ങളെ പ്രാക്കായിരുന്നു കേട്ടാ. കളി കഴിഞ്ഞിട്ട് വരാം കേട്ടാ, ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ 2 കളി ജയിച്ച്. അച്ഛൻ ജയിച്ചില്ലല്ലേ? അങ്ങനെ നിങ്ങൾ ബാളടിച്ച് മത്സരിച്ച് വെളിയടിച്ചാണല്ലേ പാരാത്രയില്? ഞാൻ ജയിച്ചു. ആളിയ ജയിച്ചില്ല, ഒരു കളി ജയിച്ചില്ല. ഇല്ല, ഒറ്റ കളി ഞാൻ കൊറേ 6 അടിച്ചായിരുന്നു കേട്ടാ. എനിക്ക് എണ്ണ അറിയില്ല. അടിക്കാന്ന് പറഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും മത്സരിച്ച് അടിച്ച് വെളി കളയുക. അച്ഛന് പന്ത് കിട്ടിയില്ല, ബാറ്റ് കിട്ടി. ഫസ്റ്റ് ഗോളി പോകും, ഫസ്റ്റ് അല്ലേ സെക്കൻഡ്, രണ്ടാമത്തെ ബോളില് 2 ഗോളി ഔട്ടാ. ഒരു ഐറ്റം ഇല്ല. അച്ഛ ഇന്ന് പുതിയ പാന്റ് ഉദ്ഘാടനമാണ്. ഇതെടുത്ത് തല കുറഞ്ഞ കൊടുത്ത് അവിടെ കിടക്കൂലേ? എടുത്ത് വെച്ച് അടിച്ചാൽ മതി. വേണ്ട, ഒറിജിനലായിട്ട് അടിക്കും. ISA മുദ്രയെ കൊണ്ട് മുഖത്തും ISA വരും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് അഫ്ഗാനി ചിക്കൻ ആണ്. അഫ്ഗാനി ചിക്കൻ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കി തന്നാലും അറിയത്തുമില്ല. നല്ല അത് കുനുകുനാന്നല്ല, ഇച്ചിരി വലുതായിട്ട് വേണം ഇരിക്കാൻ. അമ്മ കുനുകുന ആക്കി. ഈ ഊന്നല്ല പറഞ്ഞ, ഞാൻ നല്ലോണം തന്നെ പറഞ്ഞ. ഞാൻ എന്താ വേണമെന്നാണ് പറയുന്നത്. എല്ലാരും വായി തുറന്നിരിക്കുക. പിന്നെ ചിക്കൻ വെച്ചില്ല. ഇതും പുതിയ ഐറ്റം. ഇതും പുതിയതാ, ആ തൊപ്പി മാറ്റിയത് എല്ലാം ന്യൂ ആണ്, എല്ലാം പുതിയതാ. മറ്റേ കരണ്ടി എന്തിയമ്മ? വേറെ കരണ്ടി ഉണ്ടല്ലോ, 2 കരണ്ടീസ് ഉണ്ട്. നമ്മൾ ഷോർട്സിന് എടുക്കുന്ന കേട്ടാ. ചിലപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ആദ്യമേ കാണും. വെളിച്ചെണ്ണ, ഓയിൽ, കോക്കനട്ട് ഓയിൽ ഫോർ ഫ്രൈയിങ് ദ ഒണിയൻ. പുതിനയില, മല്ലിയില, സവാള ഒരു 1.5 സവാള, ലൈം, അണ്ടിപ്പരിപ്പ്, ഒരു 5-6 പച്ചമുളക് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. സെറ്റ് അല്ലേ? തൈര്, pinch of salt, ജീരകപ്പൊടി, മസാലപ്പൊടി, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പൊരിച്ച ഉള്ളി, കസൂരി മേഥി. മിക്സ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ, അപ്പോഴത്തേന് മസാലയൊക്കെ ഒന്ന് പിടിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ക്രീം കൂടെ നമുക്ക് ഒഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണ കുറച്ചിങ്ങനെ മണ്ടയിലോട്ട് തെളിഞ്ഞു വന്നിട്ട് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി കുറച്ച് മല്ലിയിലും ഇടുക. ഇനി ഇച്ചിരി പൊരിച്ചുള്ളൂ, ഇത്ര ഉള്ളായിരുന്നു കേട്ടോ അത്. ഓക്കെ ഗൈസ്, കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇവരങ്ങോട്ട് കഴിക്കട്ടെ. ഇരിക്കും സുഹൃത്തുക്കളെ, ഞാൻ പോയി പൊറോട്ടയൊക്കെ മേടിച്ചോണ്ട് വന്നേ. ബെസ്റ്റ് കോമ്പോ പൊറോട്ട ആൻഡ് അഫ്ഗാനിയാണ്. ആ, ഓരോ പൊറോട്ട വെച്ചിട്ടൊക്കെ അടിക്കുക. അതെ, ഞാൻ ടേസ്റ്റ് ചെയ്യാനേ കഴിച്ചോളായിരുന്നേ കേട്ടാ. ഇല്ല 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 ഇല്ല, എല്ലാവരും ഫുൾ ആ ഗ്രേവിയിൽ അങ്ങോട്ടെ ആ പെറോട്ട അങ്ങ് മെൽറ്റ് ആവണം. എന്നിട്ടൊരു പീസ് ചിക്കൻ കൂടെ എടുക്കണം. ഫുൾ ഇളക്കി ഗ്രേവിക്കകത്ത് ഇതാക്കിയിട്ടേ ചിക്കൻ എടുക്കാവൂ. ആ, ഇനി അങ്ങോട്ട് ചിക്കൻ പൊതി. ആ, പച്ച മെൽറ്റായി പോയാട്ടോ. ഹാപ്പി തൊട്ടിന് വേണ്ടേ? ഹാപ്പി പൊന്നിന് വേണ്ടേ? എന്നിട്ട് ഒരു പീസ് പെറോട്ട അങ്ങോട്ട് കീറി എടുക്കുക.
ഈ ഗ്രേവിയിൽ അങ്ങോട്ട് ഇങ്ങനെ മുക്കി അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. അപ്പോൾ വേണ്ടേ ഈ ഒരു രീതിക്കാവും കണ്ടോ, ഫുള്ള് അതിനകത്തങ്ങ് പിടിച്ച് പൊറോട്ടയല്ലേ ഫുള്ള് പിടിച്ചു പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇനി ഒരു പീസ് ഉണ്ടോ ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തതാണ് കേട്ടോ മുമ്പേ, നല്ല കുക്കാണിത്. ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആദ്യം ഇറക്കണം, എന്നിട്ടേ കഴിക്കാവൂ. കണ്ടോ അടിപൊളി, സൂപ്പറായിരുന്നു. അമ്മ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. സൂപ്പർ. ഇന്ന് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മീനില്ല. അതുമല്ല മീനൊക്കെ ഇപ്പം ഭയങ്കര വിലയുമാണ്, ചിക്കന് വില കുറവാണ്. അപ്പൊ എന്ത് ചെയ്യാ, ചിക്കൻ മേടിച്ചിട്ട് ഓരോ ഐറ്റം പരീക്ഷിക്കുക. അതാകുമ്പോ വലിയ ധനനഷ്ടമില്ല, മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ പരിപാടിയൊക്കെ. ഭയങ്കര വെള്ളം കേട്ടോ, എല്ലാവരും ആരും പിന്നെ ആറ്റിലും തോട്ടിലും പോയൊന്നും അറിയാത്തടത്തും പോയി ഇറങ്ങരുത്. അതൊക്കെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് അതുപോലെ തിരിച്ചു വരിക. അപ്പൊ അത്രയൊക്കെ ഉള്ളു കേസ് ഇന്നത്തെ പരിപാടി. ഇനിയിപ്പം ക്യാരം ബോർഡ് ഇരിപ്പുണ്ട്, ഇനി അത് ടെസ്റ്റ് ചെയ്യണം, കളിക്കണമല്ലേ, ഇനി അത് കളിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഏകദേശം അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോ ഇട്ടാണ്. ബൈ.